പണക്കിലുക്കത്തിലാണ് ഇന്ന് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളുടെയും വിജയത്തെ നിർണയിക്കുന്നത്. ഇന്ന് 1000 കോടി പ്രതീക്ഷകള് സിനിമാ പ്രവർത്തകരുടെ അത്യാഗ്രഹമല്ലാതായിരിക്കുന്നു. അത്രക്കില്ലെങ്കിലും മോളിവുഡ് സിനിമയും ഇന്ന് കോടികളുടെ കണക്കെടുപ്പില് ഇടം നേടിയിട്ടുണ്ട്. മലയാളത്തിന്റെ 24 വർഷത്തെ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കുകയാണ് ഇവിടെ. ആരൊക്കെയാണ് മുന്നില് എന്ന് അറിയുന്നത് സിനിമാ ആസ്വാദകർക്ക് കൗതുകമുള്ളതായിരിക്കും. കേരളത്തില് 2000 തൊട്ടിങ്ങോട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് ഒന്നാമത് എത്തിയത് എന്നാണ് ഓരോ വർഷത്തെയും മലയാളത്തിലെ ഗ്രോസ് കളക്ഷൻ കണക്കുകളുടെ അടിസ്ഥാനത്തില് ഇവിടെ പരിശോധിക്കുന്നത്. വർഷങ്ങളുടെ അടിസ്ഥാനത്തില് കളക്ഷനില് ഏത് താരമാണ് മുന്നില് എന്നതാണ് നിലവില് പരിശോധിക്കുന്നത്. 2000-ല് മോഹൻലാല് നായകനായ നരസിംഹമാണ് കളക്ഷനില് ഗ്രോസ് അടിസ്ഥാനത്തില് മുന്നിലെത്തിയ മലയാള സിനിമ. നരസിംഹം നേടിയത് 21 കോടിയാണ്. 2001-ലും മോഹൻലാലായിരുന്നു മുന്നില്. മോഹൻലാലിന്റെ രാവണപ്രഭു 17 കോടിയുമായി കളക്ഷനില് ഒന്നാമതെത്തി. ദിലീപ് നായകനായ മീശമാധവൻ എന്ന ചിത്രം 3-ാം സ്ഥാനത്ത് 2003-ല് എത്തിയപ്പോള് കളക്ഷൻ 19 കോടി രൂപയായിരുന്നു. 2003-ലും മോഹൻലാല് ഒന്നാമതെത്തി. ബാലേട്ടൻ നേടിയത് 14 കോടിയായിരുന്നു. 21-ാം നൂറ്റാണ്ടില് മമ്മൂട്ടി കളക്ഷനില് ആദ്യമായി ഒന്നാമത് എത്തുന്നത് 2004-ലാണ്. സേതുരാമയ്യര് 14 കോടി കളക്ഷൻ നേടിയപ്പോഴാണ് മമ്മൂട്ടി ഒന്നാമത് എത്തിയത്. തൊട്ടുപിന്നാലെ മമ്മൂട്ടി 2005-ലും ഒന്നാമതെത്തി. മമ്മൂട്ടിയുടെ രാജമാണിക്യം നേടിയത് 25 കോടിയുടെ കളക്ഷൻ എന്നത് അക്കാലത്തെ വൻ റെക്കോർഡുമായിരുന്നു. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു 2006-ല് മുന്നിലെത്തിയത്. പൃഥ്വിരാജടക്കമുള്ളവര് പ്രധാന വേഷങ്ങളിലെത്തിയപ്പോള് 24 കോടിയാണ് ക്ലാസ്മേറ്റ്സ് നേടിയത്. 2007-ല് മമ്മൂട്ടിയുടെ മായാവി 15 കോടി രൂപ നേടി ഒന്നാമതെത്തി. മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളും ഭാഗമായ 2020 ആയിരുന്നു 2008-ല് ഒന്നാമത്. 2020 33 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. 2009-ലും 2010-ലും മമ്മൂട്ടി തന്നെയായിരുന്നു കളക്ഷനില് മുന്നില്. പഴശ്ശിരാജ 2009-ല് 15 കോടി കളക്ഷൻ നേടി. മമ്മൂട്ടിയുടെ പോക്കിരിരാജ നേടിയത് 16.5 കോടി രൂപയായിരുന്നു. മോഹൻലാല്, സുരേഷ് ഗോപി, ദിലീപ് ചിത്രമായ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആയിരുന്നു 2011-ല് ഒന്നാമത്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് 28 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. 2012-ല് മായമോഹിനിയിലൂടെ ദിലീപ് ആയിരുന്നു മുന്നില്. മായാമോഹിനി നേടിയത് 22 കോടിയായിരുന്നു. 2013-ല് മോഹൻലാല് മറ്റൊരു റെക്കോർഡുമായി കളക്ഷനില് മുന്നിലെത്തി. മോഹൻലാലിന്റെ ദൃശ്യത്തിന് 75 കോടിയായിരുന്നു. ദുൽഖര്, നിവിൻ പോളി, ഫഹദ് ചിത്രം ബാംഗ്ലൂര് ഡേയ്സ് ആണ് 2014-ല് മുന്നിലെത്തിയത്. ബാംഗ്ലൂര് ഡേയ്സ് നേടിയത് 45 കോടി രൂപയായിരുന്നു. 2015-ല് നിവിൻ പോളിയായിരുന്നു മുന്നില്. സർപ്രൈസ് ഹിറ്റായ പ്രേമം 60 കോടി കളക്ഷനാണ് നേടിയത്. പുലിമുരുകനിലൂടെ മലയാളം 100 കോടി ക്ലബില് ആദ്യമായി എത്തിയ 2016-ല് മോഹൻലാലാണ് മുന്നില്. പുലിമുരുകൻ നേടിയത് 152 കോടിയായിരുന്നു. ദിലീപ് ആയിരുന്നു 2017-ല് മുന്നില്. രാമലീല നേടിയത് 50 കോടി. നിവിൻ പോളി നായകനായി വേഷമിട്ട ചിത്രം കായംകുളം കൊച്ചുണ്ണിയില് മോഹൻലാല് എക്സ്റ്റൻഡഡ് കാമിയോയും എത്തിയപ്പോള് 72 കോടി നേടി ആ വർഷം ഒന്നാമത് എത്തി. 2019-ല് വീണ്ടും മോഹൻലാലിന്റെ 100 കോടി ക്ലബ്. മോഹൻലാലിന്റെ ലൂസിഫര് 127 കോടി കളക്ഷൻ നേടിയാണ് ഒന്നാമത് എത്തിയത്. അഞ്ചാം പാതിരയായിരുന്നു 2022-ല് ഒന്നാമത്. അഞ്ചാം പാതിര 50 കോടി കളക്ഷൻ നേടിയപ്പോള് പ്രധാന വേഷത്തില് കുഞ്ചാക്കോ ബോബനായിരുന്നു. ദുൽഖറിന്റെ കുറുപ്പ് 2021-ല് 81 കോടി നേടി ഒന്നാമതെത്തി. 2023-ല് 2018 200 കോടിയുടെ കളക്ഷനുമായി ഇപ്പോള് മുന്നില് നിൽക്കുന്നു. 2023-ല് ടൊവിനോയുടെ മൾട്ടിസ്റ്റാര് ചിത്രമായി എത്തിയ 2018 ആകെ 171 കോടി നേടി ഒന്നാമതുണ്ട്. 2024-ല് മഞ്ഞുമ്മല് ബോയ്സ് 241 കോടിയോടെ ഒന്നാമതുണ്ട്. വർഷങ്ങളുടെ അടിസ്ഥാനത്തില് പരിശോധിക്കുമ്പോള് കൂടുതല് ചിത്രങ്ങള് 21-ാം നൂറ്റാണ്ടില് ഒന്നാമത് എത്തിയത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടേതുമാണ്. മോഹൻലാല് ഒന്നാമത് എത്തിയത് 2000, 2001, 2003, 2013, 2016, 2019 വർഷങ്ങളിലാണ്.
കായംകുളം കൊച്ചുണ്ണി 2018 മുന്നിലാണെങ്കിലും ചിത്രത്തിലെ നായകൻ നിവിൻ പോളിയാണ്. 2020 മൾട്ടി സ്റ്റാർ ചിത്രം എന്ന നിലയില് മോഹൻലാലിന്റേത് മാത്രമായി പരിഗണിച്ചില്ല. മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും ദിലീപുമുള്ള ചിത്രമായതിനാല് ക്രിസ്ത്യൻ ബ്രദേഴ്സും കണക്കിലെടുത്തിട്ടില്ല. മമ്മൂട്ടി 2004, 2005, 2007, 2009, 2010, 2022 വർഷങ്ങളില് ഒന്നാമത് എത്തിയത്. 2020 പരിഗണിച്ചിട്ടില്ല. മമ്മൂട്ടിയും മോഹൻലാലും 6 വീതം വർഷങ്ങളില് ഒന്നാമത് എത്തിയിരിക്കുന്നു. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.